ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് നാൾ മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടായ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ വൈകി പോയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്തു തീർത്തിട്ടുള്ള ഒരു വർക്കാട്ടോ. അപ്പോൾ ഇതുപോലൊരു കുപ്പി എടുത്തിട്ടുണ്ട്. അതിൽ ബേസ് കോട്ട് വൈറ്റ് അടിച്ച് നല്ല രീതിയിലൊന്ന് ഉണക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ബേസ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പെയിൻറ്റ് ആക്രിലിക് പെയിൻ്റ് ഒന്നും അല്ല, നമ്മൾ ചുമരിനൊക്കെ അടിക്കുമല്ലോ ആ ഒരു പെയിൻ്റാണ്, നോർമൽ ചുമരിനൊക്കെ അടിക്കുന്ന പെയിൻറ്റ്. അപ്പോൾ ആ പെയിൻറ്റ് നല്ല രീതിയിൽ അടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. ശേഷം ഓറഞ്ചിഷ് യെല്ലോ കളർ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള സർഫസിലൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ അതേ ഡയറക്ഷൻ തന്നെ കംപ്ലീറ്റ് അടിച്ചിട്ട് നീറ്റാക്കി എടുക്കാൻ വേണ്ടി നോക്കണം. അല്ലെങ്കിൽ കുറേ ലൈൻസും അതുപോലെ തന്നെ ആ ഒരു ഗ്രിപ്പായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടിച്ചു കൊടുക്കുമ്പോൾ എല്ലാം ഒരേ സൈഡിലേക്ക് ഒരേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെർട്ടിക്കലി ആണ് വരക്കുന്നതെങ്കിൽ വെർട്ടിക്കലി മാത്രം ചെയ്തിട്ട് ഫില്ല് ചെയ്തെടുക്കുക. ഹൊറിസോണ്ടലി ആണെങ്കിൽ ഹൊറിസോണ്ടലി മാത്രം വരച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ കോംബോ കണ്ടപ്പോൾ നമ്മൾ എന്താണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് വല്ല ഐഡിയ ഉണ്ടോ? എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമില്ല, ഞാൻ ഒത്തിരി ആരാധനയോടെ ഞാൻ കണ്ടു നിൽക്കുന്ന, ഇഷ്ടത്തോടെ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തിരിയും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു ചെറിയ ഔട്ട്ലൈൻ കണ്ടപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഞാനൊരു തെയ്യം ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ചെയ്യുന്നത്. സിമ്പിളായിട്ടൊരു ഫേസ് നമുക്ക് ഈ ഒരു ബോട്ടിൽ ചെയ്തെടുക്കാം. എനിക്ക് ഒരു കുപ്പി കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യണം എന്നാണ് ആദ്യം തോന്നിയത്. ഇതിന് വേറെ ഔട്ട്ലൈനും കാര്യങ്ങളൊന്നും ഞാൻ വരച്ചെടുത്തിട്ടില്ല, എല്ലാം നമ്മൾ ബ്രഷ് വെച്ചിട്ടില്ല, ആ ഒരു നമ്മുടെ ഊഹത്തിനനുസരിച്ച് ചെയ്യുമല്ലോ, അങ്ങനെയാണ് ചെയ്തെടുത്തത്. എത്രത്തോളം പെർഫെക്റ്റ് ആയി എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. ഈ ഒരു കുപ്പീൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വർക്ക് തന്നെ ചൂസ് ചെയ്തത്. പിന്നെ എനിക്കറിയാമല്ലോ, എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് അറിയായിരിക്കും എത്രത്തോളം ഞാൻ തെയ്യം അല്ലെങ്കിൽ ആ ഒരു തെയ്യം നില കലാരൂപത്തിനെ സ്നേഹിക്കുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം അതിനെ ആദരിക്കുന്നുണ്ട്, അല്ല അതെത്രത്തോളം ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് എന്നുള്ളതൊക്കെ എൻ്റെ വീഡിയോ മുന്നേ കാണുന്ന കൂട്ടുകാർക്ക് അറിയായിരിക്കും. ആ ഒരു പാഷൻ തന്നെയാണ്, ആ ഒരു ഇഷ്ടം തന്നെയാണ് ഈ ഒരു ബോട്ടിലും ഇതുപോലൊരു ഫേസ് തന്നെ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നാനുള്ള കാരണം കേട്ടോ. അപ്പോൾ യെല്ലോ കളർ വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഔട്ട്ലൈൻ ഒന്ന് വരച്ചെടുത്തത്. അത് ഏകദേശം സെറ്റാണെന്ന് കണ്ടതുകൊണ്ട് ഇതുപോലെ ഡാർക്ക് കളർ വെച്ചിട്ട് ഓരോന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ബ്രൗൺ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റെഡിൻ്റെ കൂടെ ഒരു പൊടിക്ക് ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു കട്ടി കളറുള്ള ബ്രൗൺ കളർ കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തെയ്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ, തെയ്യം കലാ കുടുംബമായിട്ടോ തെയ്യം കെട്ടുന്നതൊക്കെ ആയിട്ട് ബന്ധമുള്ള ആൾക്കാരാണോ? അപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് എത്രത്തോളം ആ ഒരു കാര്യം സത്യമാണെന്നുള്ളതും എനിക്കറിയില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പ്രവർത്തിക്കുന്നവരോ തെയ്യം കലാകാരനൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ചോദിക്കുന്ന കാര്യത്തിൽ സത്യമുണ്ടോ ഇല്ലയെന്നും കൂടി ഒന്ന് പറയണ്ട. ചില തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് നമ്മളൊരിക്കലും വേറൊരു ക്രാഫ്റ്റായിട്ടോ ആർട്ടായിട്ടോ വരക്കുമ്പോൾ കംപ്ലീറ്റ് വരച്ചെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു മോശമായിട്ടുള്ള കാര്യമാണ്. അത് അങ്ങനെ ചെയ്തു വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനത് എവിടെയാണോ വായിച്ചത്, എനിക്ക് ആരോ പറഞ്ഞതാണോ അറിയില്ല. മുച്ചിലോട്ട് അമ്മേൻ്റെ ഒക്കെ മുഖത്തെഴുത്ത് നമ്മൾ എക്സാക്റ്റ് കോപ്പി ചെയ്തിട്ട് വരക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നെ അത് മോശമായിട്ട് വരുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല എത്രത്തോളം അതിൽ സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വരക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ചെറിയ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരുത്തും. കാരണം അത് അത്രയും മിസ്സിങ് ആണ് ഫീൽ ചെയ്യുന്ന രീതിയിലല്ല, എന്നാലും ഒരു പൊടിക്ക് ഇൻകംപ്ലീറ്റ് ആയിരിക്കും ആ ഒരു വർക്ക് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ആ പറഞ്ഞതിലോ ആ പറഞ്ഞു കേട്ടതിലോ എന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥ ഉണ്ടോ, അതിൽ ഉള്ളതാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അറിയുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഐതിഹ്യമോ അങ്ങനെ ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരുവാണെങ്കിൽ അത് നമുക്കറിയാത്ത കൂട്ടുകാർക്ക് അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ടുള്ളൊരു തെറ്റൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ദൈവം തന്നെ ക്ഷമിച്ചു തരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും വരയ്ക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് എൻ്റെ നോർമൽ ഫ്രീ ഹാൻഡ് സ്കെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഔട്ട്ലൈനോ കാര്യങ്ങളോ ഒന്നും പെൻസിൽ വെച്ച് ചെയ്തെടുത്തിട്ടില്ല. ജസ്റ്റ് എൻ്റെ മൈൻഡിൽ തോന്നുന്ന ഒരു റെഫറൻസ് ഇമേജ് എടുത്തു. ആ ഒരു ഇമേജ് നോക്കിയിട്ട് ഫ്രീ ഹാൻഡായിട്ട് എങ്ങനെയാണോ വരയ്ക്കാൻ വേണ്ടി പറ്റുക അതൊന്ന് ജസ്റ്റ് വരച്ചെടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തുള്ള ബ്രൗണിനെക്കാളും ഒരു പൊടിക്കും കൂടി ബ്ലാക്ക് അധികം ആഡ് ചെയ്താൽ ഈ ഒരു ചുണ്ടിൻ്റെ ഡാർക്ക് കളറായിട്ട് നമുക്ക് കിട്ടും. ആ ഒരു കളറാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ യെല്ലോ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഔട്ട്ലൈൻ വരക്കാൻ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഔട്ട്ലൈൻ വരച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് യെല്ലോ വെച്ച് വരച്ചത്. ഇവിടെ പെൻസിൽ വെച്ച് വരക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അതുകൊണ്ടാണ് യെല്ലോ കളർ യൂസ് ചെയ്തത്. ആ ചുണ്ട് ജസ്റ്റ് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലൊരു ലുക്ക് കിട്ടിയില്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്.
ഇതുപോലത്തെ ബേസ് നല്ല പരന്ന ഒരു സർഫസിലൊക്കെ നമ്മൾ ഇതുപോലെ ഫേസ് ഒക്കെ വരച്ചെടുക്കുമ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അതായത് മൂക്കിൻ്റെ ടിപ്പ്, ചുണ്ടിൻ്റെ ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം, അതുപോലെ തന്നെ കണ്ണിൻ്റെ ആ ഒരു പോർഷൻ, കവിളിൻ്റെ പോർഷൻ, കവിളൊക്കെ കുറച്ച് തുടുത്ത് നിൽക്കുന്നതൊക്കെ ആണെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മളുടെ ആ ഒരു വർക്ക് കുറച്ചും കൂടി ഹൈലൈറ്റിങ്ങോടെ ഒരു 3D എഫക്റ്റോടെ കുറച്ച് അതൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരുള്ളൂ. അല്ലാണ്ട് നമ്മളെല്ലാം ഒരേ കളർ കൊടുത്തിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുമാതിരി ചളിങ്ങി നിൽക്കുമല്ലോ, ഒരു പരത്തി വെച്ച പോലെ. അങ്ങനത്തെ ഒരു ലുക്കായിരിക്കും. നമുക്കൊരു വലിയ അത് കാണുമ്പോൾ വലിയ ഫീലിങ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ചുണ്ടിൻ്റെ പെർഫെക്ഷൻ എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ലൈറ്റ് കളർ വന്നതുകൊണ്ട് തന്നെ ചുണ്ടിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ണും കൂടി ഇതുപോലെ ബ്ലാക്ക് കളർ വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിന്റ് ബ്രഷ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ മാത്രമേ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ എന്നും പറയുന്ന പോലെ ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി നോക്കണം. അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പിടിച്ച് പിന്നെ അതിൻ്റെ ആ ഒരു നാര് പോലത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഹൈലൈറ്റിംഗ് ആയിട്ട് കുറച്ചും കൂടി ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഡാർക്ക് കളർ കുറച്ചും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഹൈലൈറ്റിംഗ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് താഴത്തെ ചുണ്ടിൽ കുറച്ച് വൈറ്റും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് പണി പാളിയോ സംഭവം സെറ്റായോ എന്നുള്ളത് എനിക്കിപ്പോൾ നേരത്തേതാണോ ബെറ്റർ ഇതാണോ ബെറ്റർ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്കിനി എന്താണ് ബെറ്റർ ആയിട്ട് തോന്നിയത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ അവിടുത്തെ മൂക്കിൻ്റെ ആ ഒരു ഹൈലൈറ്റിംഗ് ആയിട്ട് വരുന്ന ഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനിങ് ആയിട്ട് വരുന്ന ഭാഗങ്ങളും കുറേ ലൈൻസും കുറേ കുഞ്ഞു ഡീറ്റെയിലിംഗ് ആണ് ആ ഒരു ഫേസിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു പോർഷനൊക്കെ ഇതുപോലെ നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ ആ ഒരു ഡിസൈനൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും വരച്ചെടുക്കുമ്പോഴും ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ഒരുപോലെ തന്നെ രണ്ട് സൈഡിലും വരുത്താൻ വേണ്ടി നോക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ചെയ്തെടുക്കുന്ന വർക്കിന് നല്ല ഫിനിഷിങ് ലുക്ക് കിട്ടുള്ളൂ. ഇനി മെയിനായിട്ട് കുറേ ഡീറ്റെയിലിംഗ് തന്നെയാണ്. അവിടെ ഡാർക്കായിട്ടുള്ള കളേഴ്സ് വരുന്ന സ്ഥലത്ത് ഡാർക്കായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ലൈറ്റായിട്ട് വരുന്ന ഭാഗത്ത് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരു മൂക്കിൻ്റെ ടിപ്പൊക്കെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള വരുന്ന പോർഷനാണ്. അത് ഞാൻ ജസ്റ്റ് അതുപോലെ തന്നെ ലൈറ്റ് യെല്ലോ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും ഒന്നെന്നെ വെച്ച് കളിക്കാൻ വേണ്ടി നിന്നിട്ടില്ല. കാരണം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വൃത്തിയിടാൻ വേണ്ടിയുള്ള ചാൻസാണ് കൂടുതൽ. നമ്മളെപ്പോഴും ഒന്നെന്നെ മിനുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് 8ൻ്റെ പണി എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്ന് തോന്നിയാൽ പിന്നെ അതിനെ മൈൻഡ് ആക്കാറേ ഇല്ല. അത് ആ ഒരു സ്റ്റെപ്പ് അവിടെ തീർക്കും. അങ്ങനെയാണ് ഞാൻ മാക്സിമം ചെയ്തെടുക്കാറ്. പിന്നെ ഒന്ന് തന്നെ അത് ചെയ്ത് ശരിയായില്ലേ എന്ന് വിചാരിച്ച് തൊട്ടുകൊണ്ടേ ഇരുന്നാൽ അത് അങ്ങ് വൃത്തിയിടാവും. അങ്ങനെയാണ് എപ്പോഴും എനിക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തിട്ട് ഓക്കെ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ അവിടെ വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ ഉള്ളിൽ വൈറ്റ് കളർ ഫില്ല് ചെയ്തെടുക്കാം. ആ ഒരു ചുറ്റും കൊടുത്തിട്ടുള്ള ബ്ലാക്ക് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഈ ഒരു വൈറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. ഈ ഒരു വൈറ്റ് ബ്ലാങ്ക് ആയിട്ട് നിൽക്കുമ്പോൾ പേടിയാവുന്നില്ലേ? എനിക്ക് എന്തോ ഒരു പേടിപ്പെടുത്തുന്ന പോലത്തെ ഒരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാക്സിമം ആ ഒരു വൈറ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രം ഉള്ളിലത്തെ കൃഷ്ണമണിയും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കേണ്ടതുണ്ട്. യെല്ലോ കളർ വെച്ചിട്ട് ഒത്തിരി അധികം ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുഞ്ഞു കുത്തും കോമയും വരയും കുറിയൊക്കെ ആണെങ്കിൽ കൂടിയും ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഒരു കുഞ്ഞ് ഫ്ലവറിൻ്റെ ഡിസൈനൊക്കെ ആ ഒരു കണ്ണിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. കുറേ കുത്തായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒത്തിരി ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഓരോന്ന് ചെയ്തെടുക്കുമ്പോഴാണ് എല്ലാം കൂടി ആയപ്പോൾ കുറേ ഇങ്ങനത്തെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായതെന്ന് മനസ്സിലായത്. അപ്പോൾ എന്താ ഇതുപോലെ എല്ലാ ഭാഗത്തും ഞാനിതൊരു റെഫറൻസ് ഇമേജ് നോക്കിയിട്ടാട്ടോ വരക്കുന്നത്. ഗൂഗിളിൽ ജസ്റ്റ് തെയ്യം ഇമേജസ് HD എന്നൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് വരക്കാൻ പാകത്തിലുള്ള നല്ല ക്ലാരിറ്റിയിലെ ഫോട്ടോസ് കിട്ടും. ഇൻ കേസ് നിങ്ങൾക്ക് നോർമൽ ഫോട്ടോസാണ് കിട്ടുന്നതെങ്കിൽ HD ഡ്രോയിങ്സ് തന്നെ അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പെയിൻറ്റിങ്സ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഡ്രോയിങ്സോ പെയിൻറ്റിങ്സ് ആയിട്ടുള്ള ഇമേജസ് കിട്ടും കേട്ടോ. ഇനി കൃഷ്ണമണിയാണ് വരച്ചു കൊടുക്കുന്നത്. നല്ല രീതിയിൽ ആ ഒരു വൈറ്റ് പോർഷൻ ഉണങ്ങിയതിന് ശേഷം മാത്രം ബ്ലാക്ക് കളർ കൊടുക്കുക. എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. നമ്മളെ തന്നെ തുറിച്ചു നോക്കുന്ന പോലത്തെ ഒരു ഫേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നിങ്ങൾക്കിനി എന്താണ് ഈ ഒരു കണ്ണിൽ നിന്ന് എന്താണ് വികാരം മനസ്സിലാക്കാൻ പറ്റിയത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. റൂഡായിട്ടുള്ള ഫീലാണോ, അല്ല ശാന്തമായിട്ടുള്ളൊരു നോട്ടാണോ, അല്ല വലിയ കുഴപ്പമൊന്നുമില്ല നോർമലായിട്ടുള്ളൊരു നോട്ടാണോ, എന്താണ് നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ഫേസിൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഇത്രത്തോളം ഞാൻ ചെയ്ത് നിർത്തുവാണ്.
ഒത്തിരി അധികം ചെയ്തുകൊണ്ടിരുന്നാൽ ആ ഒരു ഭംഗി പോയാലോ എന്നുള്ളൊരു പേടി. എന്തായാലും ചെയ്തെടുത്തോളം എനിക്ക് ഭംഗിയായിട്ട് ഫീൽ ചെയ്തു, ചെയ്തെടുത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള തെയ്യം ബോട്ടിൽ ആർട്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അതിൻ്റെ കുഞ്ഞു മിനുക്ക് പരിപാടിയും കൂടിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു വൈറ്റ് പോർഷനിൽ പകുതിയിലധികം നമ്മൾ പോർഷൻ ഇതുപോലെ ബ്ലാക്ക് അടിച്ചിട്ടൊന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ഓറഞ്ചുമായിട്ട് കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബ്ലാക്ക് അടിച്ച് നമ്മൾ സെറ്റാക്കിയത് കേട്ടോ. അതും കൂടി ആയപ്പോൾ നല്ല ഫില്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയൊരു വർക്കും കൂടിയാണ് കേട്ടോ. ഇനി ഇതാ ഇതുപോലൊരു നല്ല തെയ്യത്തിൻ്റെ ബാക്കിൽ റെഡ് കളർ ക്ലോത്ത് ആണല്ലോ യൂസ് ചെയ്യുന്നത്. ആ ഒരു കൈൻഡ് ഓഫ് ഫീലിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ കുറേ നാൾ മുന്നേ എൻ്റെ ഒരു ബ്ലൗസിൻ്റെ പുതിയ ക്ലോത്ത് തന്നെ കേട്ടോ, ബ്ലൗസ് അടിച്ചിട്ട് ബാക്കി വന്ന കുറേ നല്ലൊരു ക്ലോത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിതാ ഞാൻ കുറച്ച് ഇതുപോലെ മുകൾ വശത്ത് കൊടുത്തിട്ടുണ്ട്. കാഞ്ചീപുരം കൈൻഡ് ഓഫ് ഒരു തുണി ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ലുക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഓൾമോസ്റ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചത് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുന്നവരെ ഇതുപോലെ ഒരു സെക്യൂർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ദിവസം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ഒരു മാസ്കിൻ ടാപ്പ് റിമൂവ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള കിടുക്കനായിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ കാണാം. സീ യു.